ഹായ് ഫ്രണ്ട്സ്, രാവിലെ അടുക്കളയിൽ തട്ടുമുട്ട് കിട്ടുകൊണ്ടാണ് ഞാൻ ഓടി വന്നത് കേട്ടോ. അമ്മ കാര്യമായിട്ട് ചട്ടിയിൽ എന്തോ ഇട്ട് വറക്കുന്നുണ്ട്. വേറൊന്നും അല്ലായിരുന്നു, ഇന്നലെ അമ്മ വാങ്ങിച്ചുകൊണ്ടുവന്ന കൊഞ്ചാണ് കേട്ടോ. അമ്മയ്ക്ക് ഇന്ന് ജോലിക്ക് പോകണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ പറഞ്ഞത് ഇന്ന് നമുക്ക് താമസിച്ച് എഴുന്നേറ്റാൽ തോന്നും, മോനും സ്കൂളിൽ പോകണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ അമ്മ രാവിലെ എഴുന്നേറ്റു. എന്തായാലും കൊഞ്ചൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചു. അതിനുശേഷം അമ്മ എന്നോട് പറഞ്ഞു നമുക്ക് ബിരിയാണി വെച്ചാലോ എന്ന്. കാരണം എല്ലാ മാസവും നമ്മൾ സപ്ലൈക്ക് വന്ന് കൈമ റൈസ് വാങ്ങിക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഒന്ന് മാറ്റി പിടിച്ചു കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, എന്നും കൈമ റൈസ് തന്നെ തിന്നാൽ നമുക്ക് മടുത്തു പോകില്ലേ. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ ബസ്മതി റൈസാണ് വാങ്ങിച്ചത്. അമ്മ പറഞ്ഞു നമുക്ക് ദം ബിരിയാണി വയ്ക്കാമെന്ന് ബസ്മതി റൈസിൽ. എന്തായാലും ഓക്കെ. കാരണം നമ്മളെ അമ്മമാർ എന്ത് ആഹാരം വെച്ചെന്നാലും നമുക്കൊരു പ്രത്യേക ടേസ്റ്റാണല്ലേ. കാരണം നമുക്ക് ഓടി വന്ന് നമ്മൾ എന്താണ് പറയാനും അത് വെച്ച് തരാനും നമ്മൾ അമ്മമാരല്ലാതെ ഈ ലോകത്ത് വേറെ ആരും നമുക്കതുപോലെ ചെയ്തു തരത്തില്ല. പിന്നെ അമ്മമാർ നമ്മളെ കൂടെ ഇപ്പോൾ ഉള്ളൊരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാലഘട്ടമാണ്. എന്തായാലും അമ്മയ്ക്ക് പുറത്ത് എവിടെയോ പോകാനുണ്ടായിരുന്നു. എന്തായാലും പെട്ടെന്ന് അതൊക്കെ ഒന്ന് റെഡിയാക്കി തന്നു. ഇതിനിടയിൽ അമ്മ പോയി കുളിച്ചു റെഡിയായിട്ടൊക്കെ വന്നിട്ടാണ് ബാക്കിയെല്ലാം സെറ്റാക്കിയിട്ടൊക്കെ തന്നത് കേട്ടോ. നമ്മൾ മുമ്പ് ഇവിടെ കാറ്ററിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ ഓർഡറുകൾ നമ്മൾ പുറത്തുനിന്ന് പിടിച്ചിട്ട് വീട്ടിൽ ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇപ്പം അതില്ല, കാരണം വേറൊന്നുമല്ല, ചേട്ടനില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും അങ്ങനെ ഓർഡർ തരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നാൽ നമ്മൾ എടുക്കുകയും ചെയ്യും, വച്ച് തരുകയും ചെയ്യും കേട്ടോ. എന്തായാലും നമുക്കതൊരു ചെറിയ വരുമാനം ആവുമല്ലോ. ഇതൊരു പ്രമോഷനായിട്ടങ്ങ് കണക്കാക്കിയാൽ മതി. എന്തായാലും അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ബിരിയാണി അങ്ങ് സെറ്റ് ചെയ്ത് തന്നെ കേട്ടോ. സെറ്റ് ചെയ്ത് ദമ്മിട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ദമ്മിട്ട ശേഷം ഒരു വലിയ പാത്രത്തിൽ അമ്മ ഇറക്കി വെച്ച് അതൊന്ന് ഇത് അടച്ച് അതിൻ്റെ മുകളിലൊരു വെയിറ്റും വെച്ച് എന്നിട്ട് പറഞ്ഞു ഉച്ചയ്ക്ക് മാത്രമേ അത് എടുക്കാവൂ. കാരണം കുറച്ചുകൂടി ഇരുന്ന് ഇത് നെയ്യും ബാക്കിയെല്ലാം അതിൻ്റെ ആ ഫ്ലേവറുകളെല്ലാം അങ്ങ് ആ ബിരിയാണിയിലോട്ട് പിടിക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ പോവുകയും ചെയ്തു. എന്തായാലും നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് അങ്ങോട്ട് ദമ്മങ്ങോട്ട് എടുത്ത് തുറന്നു അതങ്ങോട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അത് തിന്നാനായിട്ട് അന്തസ്സ്. കാരണം നമ്മൾ മടിച്ചികളാണല്ലോ. ഇതേനൊക്കെ ആരെങ്കിലും വച്ച് തരണമെങ്കിൽ അന്തസ്സെന്ന് പറഞ്ഞ് വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ അത് കഴിക്കാനും നമ്മൾ മിടുക്കികളാണ്. പ്രത്യേകിച്ചും കല്യാണം കഴിച്ച് പോയ പെൺകുട്ടികൾ അവരുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു കുനിഞ്ഞിട്ടൊരു കുപ്പ എടുക്കില്ല എന്ന് പറയും. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്, ചെയ്യാത്തവരും ഉണ്ട്. ഞാൻ രണ്ടിലും പെടുന്ന ആളാണ്. ഞാൻ ചില സമയങ്ങളിൽ എല്ലാ ജോലികളും ചെയ്യുകയും ചെയ്യും, ചില സമയത്ത് ചെയ്യുകയില്ല കേട്ടോ. എന്തായാലും ബിരിയാണിയൊക്കെ സൂപ്പറായിരുന്നു.